അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കൂൺ ബെഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡെറ്റോൾ വെള്ളത്തിലൊഴിച്ച് നമ്മുടെ കൈയും നമ്മൾ ചെയ്യുന്ന സ്ഥലവും എല്ലാം നല്ല ക്ലീനാക്കി ഡെറ്റോൾ വെച്ച് കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ ഇത് കൂൺ ബെഡ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. കാരണം ഹൈജീനിക് ആയതുകൊണ്ട് നന്നായിട്ട് നമ്മൾ വൃത്തിയായിട്ട് നോക്കണം. അപ്പോൾ അതിന് നമ്മളിപ്പോൾ പെല്ലറ്റിലാണ് നമ്മളിന്ന് കൂൺ ബെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ പെല്ലറ്റിന് 1 ലിറ്റർ വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1 കിലോ പെല്ലറ്റ് നമ്മൾ PP കവറിൽ അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചൂടുള്ള തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അളന്നെടുത്ത പെല്ലറ്റിലേക്ക് നമ്മൾ തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചാൽ മാത്രമേ നമുക്കിതിലേക്ക്, കാരണം ഇതിനകത്ത് എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതെല്ലാം നശിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ബെഡുകളും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 ബെഡോളം ഞാനിന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 8 മണിക്കൂർ നമ്മൾ തണുക്കാൻ വെക്കണം. എന്നിട്ടിന് ശേഷമേ നമുക്കിതിലേക്ക് വിത്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ബെഡാണിത്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടും ചൂട് പാടില്ല, കാരണം നമ്മൾ വിത്തിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചൂടുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ കൂണിൻ്റെ വിത്ത്, ഇതാണ് കൂണിൻ്റെ വിത്ത്. അത് നമ്മൾ ഈ മണ്ണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വശങ്ങളിലൂടെ നമ്മളിത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സൈഡുകളോടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ കൂണിൻ്റെ വിത്ത് സൈഡിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ചിപ്പിക്കൂണായതുകൊണ്ട് ഉള്ളിലേക്ക് വേണ്ട, സൈഡിലാണ് വീഴാനുള്ളത് വിത്ത്. എങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കതിൽ നിന്ന് വിളവ് കിട്ടുകയുള്ളൂ. ഇന്ന് കൂടുതലും ആൾക്കാർ ഇപ്പോൾ പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത്. മുമ്പെയൊക്കെ കണ്ടുവരുന്നത് കൂടുതലും വൈക്കോല്, പിന്നെ ചകിരിച്ചോറ്, അറക്കപ്പൊടി, ഇതിലൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ പെല്ലറ്റ് നമുക്ക് ജോലി ഭാരം കുറവാണ്. നമുക്കപ്പോൾ മടുപ്പ് തോന്നത്തില്ല. മറ്റേത് പെട്ടെന്ന് നമ്മൾ മടുത്തു പോകും. പക്ഷേ ഇത് കൂടുതൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കൂണിൻ്റെ വിത്തിട്ടതിന് ശേഷം ഇതുപോലെ റബ്ബർ ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗം കെട്ടിക്കൊടുക്കണം. റബ്ബർ ബാൻഡൊക്കെ നമ്മൾ നന്നായിട്ട് അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. എന്നിട്ട് ഒരു ചെറിയ സൂചി പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. ഇതിന് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ വിത്തെല്ലാം ചീഞ്ഞ് പോകും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് ഹോള് ഇട്ട് കൊടുക്കണം. ചെറിയ സൂചിയാണ് ഞാൻ എടുത്തേക്കുന്നത്. സൂചിയും നമ്മൾ ഡെറ്റോൾ കൊണ്ട് അണുവിമുക്തമാക്കിയതിന് ശേഷമേ നമ്മൾ ചെയ്യാവൂ. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബെഡും നമ്മൾ ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ 15 ദിവസം വരെ നമ്മളിത് ഇങ്ങനെ ഇരുട്ട് റൂമിലേക്ക് മാറ്റി വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡുകളെല്ലാം ഞാനിവിടെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 15 ദിവസത്തേക്ക് നമുക്ക് ഇരുട്ട് റൂമിലേക്ക് വെക്കാം. ഇതിൻ്റെ അടുത്ത വീഡിയോ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ മുട്ട് വരുന്നതും മുട്ട് നമ്മൾ വിളവെടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.